കേരളം ഇതുവരെ കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഒരു സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടിയെ ആക്രമിച്ചെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന കേസ്. യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയുമായിരുന്നു. കേസിൽ 2017 ജൂലൈ 10 ദിലീപ് അകത്താവുന്നത്. ഏകദേശം 80 ദിവസത്തോളം ദിലീപിനെ ചോദ്യം ചെയ്തിട്ടും പിന്നീട് ദിലീപിനെതിരെ ശക്തമായ ഒരു തെളിവും ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെയാണ് ദിലീപിനെ ഉപാധികളോടുകൂടി ജാമ്യം ലഭിച്ചത്. ദിലീപ് അകത്ത് കിടന്നപ്പോൾ സാക്ഷികൾ പറഞ്ഞവരൊക്കെ ദിലീപ് പുറത്തിറങ്ങിയതോടുകൂടി കൂറുമാറി. ഏകദേശം 28 സാക്ഷികളാണ് കൂറുമാറിയത്. എന്നാൽ നടിയോട് മുൻവൈരാഗ്യം ദിലീപിന് ഉണ്ടായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞതനുസരിച്ച് ദിലീപ് തന്ന കാശിനനുസരിച്ചാണ് താൻ ഈ പ്രവൃത്തി ചെയ്തതെന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ജാമ്യത്തിന് ഇറങ്ങിയതിനു ശേഷവും ദിലീപ് തനിക്ക് ഇനിയും കാശ് തരാനുണ്ടായിരുന്നുവെന്നും പൾസർ സുനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ താൻ തന്നെ ചെയ്തു എന്ന് പറയുന്ന പൾസർ സുനി ആരുടെയൊക്കെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് അവരെയൊക്കെ കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല എന്നാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നത്. ഇപ്പോഴും നടൻ ദിലീപ് തന്നെയാണ് ഇതിന്റെ പിറകിലെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരകൃത്യമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം. എന്നാൽ 8 വർഷത്തിനു ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പറയുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. നടിക്ക് നീതി കിട്ടുമോ എന്നതിലുപരി ദിലീപിന് എന്ത് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ദിലീപ് ഈ കേസിൽ നിന്നും ഊരിപ്പോകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഒരുപാട് പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.